തുടങ്ങി അൻസിബ ഉയർത്തിക്കാട്ടിയ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ പറ്റാതെയാണ് റിസൈൻ ചെയ്തത്. അപ്പം ഒരു സ്ത്രീപക്ഷമില്ലാതായി എന്നല്ല പറയുക, ഒരു ശക്തമായ സ്ത്രീപക്ഷത്തെ അവിടെ കണ്ടു എന്നാണ് ഞാൻ പറയുക. നാളെ ഒരു പക്ഷെ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് അൻസിബയ്ക്ക് വരാം, അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ട് വരാം. അത്രയും ക്ലാരിറ്റിയോടെ, സ്പഷ്ടമായിട്ട്, സ്ഫുടമായിട്ട്, വ്യക്തതയോടെ, തെളിവ് സഹിതം 10-20 മിനിറ്റ് നടത്തിയ ആ കുട്ടിയുടെ സംസാരത്തിന് മുമ്പിൽ പിൻ ഡ്രോപ്പ് സൈലൻസോടെ അമ്മ സംഘടനയിലെ അംഗങ്ങൾ ഇരുന്ന് മിണ്ടാതെ ഇരുന്ന് കേട്ടു. കയ്യടിയോടെ, ആരവത്തോടെ ആ കുട്ടിയുടെ സംസാരത്തെ ഏറ്റുവാങ്ങി ആ കൊച്ചു പറഞ്ഞ കാര്യങ്ങൾ നടന്നു. അത്രയും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. AMMA തന്നെയാണ് വിഷയം. അപ്പോൾ ആദ്യത്തെ വോയിസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാലാപാർവതി ഇന്നലെ എന്താണ് യോഗത്തിൽ നടന്നതെന്നുള്ളൊരു കാര്യമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അൻസിബ എണീറ്റ് നിന്ന് സംസാരിച്ച സമയത്ത് ഒരാളും പോലും ഒരക്ഷരം പോലും മിണ്ടാതെ ഒരു മറുപടി പോലും പറയാനില്ലാതെ 20 മിനിറ്റോളം അൻസിബ സംസാരിച്ചത് വളരെ കൃത്യമായിരുന്നു കേട്ടു. മറുപടി ഒന്നും അവർക്ക് പറയാനുണ്ടായില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നിട്ട് അവസാനം അവിടെ കണ്ടവർ ഭൂരിഭാഗം പേരും, 2 പേരൊഴിച്ച്, 2 പേരെന്ന് പറഞ്ഞാൽ കൊല്ലം തുളസി പിന്നെ അനൂപ് ചന്ദ്രൻ, ഇവർ 2 പേരാണ് പിന്നെയും കുറച്ച് ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയത്. മാത്രമല്ല ഗണേഷ് കുമാർ ശ്വേതയ്ക്ക് വേണ്ടി ഒരുപാട് നേരം വാദിച്ചു എന്നുള്ളതൊക്കെ മാലാപാർവതിയുടെ ഒരു വോയിസാണ് ഇപ്പോൾ ഞാൻ പുറത്തു വന്നിട്ട് നിങ്ങൾ കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം അതിനുള്ളിൽ കിടന്നിട്ട് പഞ്ചപുച്ഛമടക്കി എല്ലാ കാര്യങ്ങളും കേട്ട് റാൻ മൂളി സംസാരിച്ചതിന് ശേഷം പുറത്ത് വന്നിട്ട് ചില ടീംസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഓൾറെഡി അതിനൊരു വീഡിയോ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവർ പിന്നെ അവരുടെ ലോകത്ത് അവർ മംഗലശ്ശേരി നീലകണ്ഠനും ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയാണ്, അത് അവരൊരു പ്രത്യേക ഒരു പിന്നെ ലോകത്ത് ജീവിക്കുകയാണ്. ഞാൻ ലക്ഷ്മിപ്രിയനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് വീണ്ടും പറയാൻ കാരണം അറിയോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. മംഗലശ്ശേരി നീലകണ്ഠൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റൊക്കെ ഇട്ടു. എനിക്കത് കണ്ട സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മിസ്സായിപ്പോയി. ഓർമ്മ വന്നത് എന്താണെന്നറിയോ? ബിഗ് ബോസ് കണ്ടവർക്കറിയാം. ബിഗ് ബോസിൽ കണ്ടവർക്ക് ലക്ഷ്മിപ്രിയ എന്താണെന്നുള്ളതും അൻസിബ എന്താണെന്നുള്ളതും 2 കേസും ബിഗ് ബോസ് കണ്ടവർക്കുള്ളൂ. ബിഗ് ബോസിനെ കൂട്ടി കുഴക്കില്ല. പക്ഷേ ആ റിയാലിറ്റി ഷോയിൽ അവർ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പ്രേക്ഷകർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആ ഒരു സമയത്ത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നാണം കെട്ട പുറത്താക്കൽ എന്ന് അറിയപ്പെട്ടിട്ടുള്ളത് ജാസ്മിൻ്റെ പട്ടിക്കൂടാണെങ്കിൽ അതിന് മുന്നേ ഏത് കാലത്തും ഇനി ഏതൊരു സീസൺ വന്നു കഴിഞ്ഞാലും ആ ഒരു നോട്ടവും കാര്യങ്ങളും ഒരിക്കലും മലയാളികൾ ബിഗ് ബോസ് കാണുന്നവർ മറക്കാത്തതാണ് ഈ ലക്ഷ്മിപ്രിയയുടെ ബുള്ളറ്റിൽ വന്നിട്ടുള്ള പോക്ക്. ബുള്ളറ്റ് കയറി റൗണ്ട് അടിച്ചിട്ട് ലാസ്റ്റ് ടാറ്റ കണ്ടിട്ട് ലക്ഷ്മിപ്രിയ ഒരു പോക്കുമുണ്ട്. ഏകദേശം അതേ ഒരു സെറ്റപ്പിലായിരുന്നു. രാജിവെച്ചതാണെന്നുണ്ടെങ്കിലും വലിയ സാരിയും പരിപാടിയൊക്കെ എടുത്ത് കൊടുത്തത് നല്ല വലിയ കല്യാണത്തിനൊക്കെ പോണ മാതിരി വന്ന് അവസാനം ഇളിഞ്ഞ് നാറി ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ന് മാലാപാർവതി പറഞ്ഞ പ്രകാരം ഗണേഷ് കുമാർ സപ്പോർട്ട് ചെയ്യാൻ നോക്കി. ഇവർക്ക് കുറച്ചും കൂടി സമയം കൊടുക്കണം, ഈ സംഘടനയ്ക്ക്, ഈ ശ്വേതാ മേനോൻ്റെ കമ്മിറ്റിക്ക് കുറച്ചും കൂടി സമയം കൊടുക്കണം എന്ന് അവിടെ പറഞ്ഞ സമയത്താണ് അൻസിബ എണീറ്റ് നിന്നിട്ട് 20 മിനിറ്റോളം അൻസിബ സംസാരിച്ചു. അൻസിബ എല്ലാ കാര്യങ്ങളും, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളല്ല, കണക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അൻസിബ എടുത്ത് ചോദിച്ച സമയത്ത് ഒരാൾക്ക് പോലും ഒരു മറുപടി പോലും അൻസിബയ്ക്ക് കൊടുക്കാനുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നമ്മൾ ഈ വിഷയം ചെയ്യുന്ന സമയത്ത് തുടക്കം തൊട്ടേ പറയുന്നൊരു കാര്യമുണ്ട്. അൻസിബയുടെ ഔട്ട്ലുക്ക്, അൻസിബയുടെ അത് ഞാൻ ബിഗ് ബോസിൻ്റെ റെഫർ ചെയ്യും, നമ്മളത് കണ്ടു കൊണ്ട് പറയാം 24/7. അപ്പോൾ ആ അത്രയും വളരെ ദൃഢമായിട്ടുള്ള സംസാരവും കാര്യങ്ങളും ക്ലാരിറ്റിയാണ് പറയുന്ന കാര്യങ്ങൾ. വളരെ ക്ലാരിറ്റിയോടുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് സത്യം ഒരാൾ വിളിച്ചു പറയാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങേ പുറത്ത് ഇനി എന്ത് നമ്പർ ഇറക്കിയിട്ടും കാര്യമില്ല, അവിടെ പറഞ്ഞു നിൽക്കാൻ യാതൊരു ഇതുണ്ടായിട്ടില്ല. പിന്നെ മാത്രമല്ല ഇത് കേട്ടിട്ടുള്ള വളരെ സീനിയർ മെമ്പേഴ്സായിട്ടുള്ള ആരാട്ടം ചെയ്തിട്ട് അങ്ങനത്തെ ഒരുപാട് പേർക്ക് അവിടെ ഗണേഷിൻ്റെ സംസാരത്തിൻ്റെ ഗണേഷ് കുമാറിനെ പിന്നെ എതിർത്തിട്ട് പറയുന്ന ഇവർക്ക് മറ്റേ ശ്വേതാ മേനോന് സമയം കൊടുക്കണം എന്ന് പറയുന്ന സംഗതികൾക്കെതിരെ വരെ അവർക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടുള്ളത് ഈ അൻസിബയുടെ ഈ ഒരു ക്ലാരിറ്റിയാണ് കേട്ടോ. പിന്നെ എന്തായാലും അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളുണ്ട്, മാലാപാർവതി പറയുന്ന ചില കാര്യങ്ങളുണ്ടാകും കൂടി ജസ്റ്റ് കേൾക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് വിഷയം താല്പര്യമുള്ളവർക്ക് തുടർന്ന് കേൾക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹൈപ്പിൻ്റെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ആണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബാക്കി കാണാം. ഭരണസമിതിയെ നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവർ കൃത്യമായി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് സ്ത്രീകളായതുകൊണ്ട് കുറച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ റിപ്പോർട്ട് കൃത്യമായി വന്നില്ല, കണക്ക് കൃത്യമായിട്ട് വന്നില്ല. അപ്പോൾ അമ്മയുടെ ബൈലോ പ്രകാരം കണക്ക് അംഗീകരിക്കുക, റിപ്പോർട്ട് അംഗീകരിക്കുക, ഇത് രണ്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അഡ്ഹോc കമ്മിറ്റിയിലേക്ക് പോകും. കാരണം അതൊരു ഭരണവീഴ്ചയായിട്ട് വിലയിരുത്തപ്പെടും. സംഘടനയെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി വളരെ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കണക്കുകൾ, ഒരു വർഷത്തെ അവരുടെ പീരിയഡിൽ വന്നിട്ടുള്ള കണക്കുകൾ വളരെ സത്യസന്ധമായിട്ട് ബോധ്യപ്പെടുത്തുക എന്നിട്ടുള്ള ഒരു ചുമതലയുണ്ട്. അതുപോലും നിർവഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് റീസൺ പറഞ്ഞിട്ടുള്ള ഉണ്ണി ശിവപാൽ പോയി, അതിന് പകരം വേറെ ആളുണ്ടായിരുന്നില്ല, അങ്ങനത്തെ പറ്റിയ കാര്യങ്ങളൊന്നും ബാക്കിയുള്ളവർ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല.
അതാണ് ഞാൻ പറഞ്ഞത്. അൻസിബയെ പോലുള്ള വ്യക്തികൾ എണീറ്റ് സംസാരിക്കണം. ഇത്രയും കാലമായിട്ട് ആ ഒരു സംഘടനയില്ല. നമ്മൾ കണ്ടതാണ്, നമ്മൾ അതിജീവിതയുടെ വിഷയത്തിലൊക്കെ കണ്ടാണ്. അന്ന് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് എണീറ്റ് സംസാരിക്കാനും ബാക്കി കൺവിൻസിങ് പവർ, സംസാരവും കൺവിൻസിങ് പവർ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ക്ലാരിറ്റിയിലും കോൺഫിഡൻസ് പ്ലസ് കൺവിൻസിങ് പവർ, ആ ഒരു സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള ആൾക്കാർക്ക് പറയാൻ യാതൊരു വസ്തു ഉണ്ടായിരിക്കില്ല. പക്ഷെ അൻസിബ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല സ്മൃതി. ആദ്യം ആൾക്കാർ പറഞ്ഞപ്പോഴൊന്നും അല്ല പിന്നെ അമ്മയുടെ അംഗങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കുകയും പകുതി പോലെ ഇങ്ങനെ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ശ്രീ ഗണേഷ് കുമാർ വന്നിട്ട് ഇവർക്ക് സമയം കൊടുക്കണം, അവർക്ക് ഭരണപരിചയ കുറവാണ്, ഇവർക്ക് കുറച്ച് ദിവസം കൂടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. 45 ദിവസം വേണമെന്ന് ശ്വേത പറഞ്ഞപ്പോൾ അത് കൊടുക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും ആ തരത്തിലുള്ള അഭിപ്രായം എന്താ വേണ്ടത് എന്നുള്ളൊരു സംശയത്തിൽ ഭരണാംഗങ്ങൾ ഇരിക്കുമ്പോഴാണ് അൻസിബ കയറി കൃത്യമായി റിപ്പോർട്ടറിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോടൊപ്പം ഇവരുടെ ഈ ഒരു വോയിസ് കേൾക്കുന്ന സമയത്ത് ലേശം നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ തോന്നുന്നു. കാരണം നമ്മൾ ഈ ഒരു വിഷയം ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് ഇത്രയും കാലം കേൾക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് തന്നെ പുറത്ത് കേൾക്കുന്ന സമയത്ത് അടിസ്ഥാനപരമായിട്ട് അവർ ഒരു സംഘടന പാലിക്കേണ്ട ചട്ടങ്ങൾ ചെയ്തിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ പോട്ടെ, അനാവശ്യമായിട്ട് മീഡിയയുടെ മുന്നിൽ വിളിച്ചു പറയുക, പിന്നെ ഫോൺ കോൾസ്, ശാപവാക്കുകൾ എല്ലാം കൂടി ഒരു 4ാം കട സംഘടനയെക്കാളും തരം താഴ്ത്തിയ അവസ്ഥയിലാക്കിയിട്ടുണ്ടത്. വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് തെളിവ് സഹിതമാണ് ഓരോ കാര്യമായിട്ട് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്വേതയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഞാനും എൻ്റെ ഭരണസമിതിയും റിസൈൻ ചെയ്യുന്നു എന്നാണ്. സാമ്പത്തിക വിഷയമാണ്. അതായത് മറുപടി ഇല്ലയെന്ന് കാണുന്ന സമയത്ത് ഞങ്ങൾ റിസൈൻ ചെയ്യുന്നു. വളരെ സിമ്പിളായല്ലോ. എന്നിട്ട് പിന്നെ പ്രാഥമിക അംഗത്വം ഒഴിവാക്കി കഴിഞ്ഞാൽ റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതാണ്ട് പ്രശ്നം തീർന്നല്ലോ. അല്ല, നമ്മളെ ഈ പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന കാര്യമൊന്നും അല്ലാട്ടത്. പക്ഷെ എന്നാലും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ മീഡിയയിൽ വന്നിട്ടുള്ള ചർച്ച ചെയ്തൊരു വിഷയമായതുകൊണ്ട് മാത്രം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് എത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല. സംഘടന അമ്മ എന്ന് പറഞ്ഞാൽ താരങ്ങളാണ്, അവരുടെ ഒരു സംഘടന എന്ന് മാത്രമേ ഉള്ളൂ, അതിലപ്പുറം ഒന്നുമില്ല. നടന്ന ചർച്ച അൻസിബ ചോദിച്ചതിൽ വളരെ കോംപ്രിഹെൻസീവായ ഒരുപാട് കാര്യങ്ങൾ, സ്വജനപക്ഷപാതമടക്കം പണം ധൂർത്തടിച്ചത്, ഇപ്പോൾ കണക്ക് കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് അനാവശ്യമായി ഈസി അംഗീകരിക്കാതെ നടത്തിയ ചെലവുകൾ തുടങ്ങി അൻസിബ ഉയർത്തിക്കാട്ടിയ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ പറ്റാതെയാണ് റിസൈൻ ചെയ്തത്. അപ്പം ഒരു സ്ത്രീപക്ഷമില്ലാതായി എന്നല്ല പറയുക, ഒരു ശക്തമായ സ്ത്രീപക്ഷത്തെ അവിടെ ഇവർ ഈ വിഷയത്തിൽ കംപ്ലീറ്റ് ഇറക്കുന്നത് വിമൻ കാർഡാണ്. സ്ത്രീകളെ എതിരെ സ്ത്രീപക്ഷം ഇല്ലാതായി. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് മാലാപാർവതി. ഇതുവരെ പുറത്ത് പറഞ്ഞതുകൊണ്ടാണ് കാര്യങ്ങൾ പുറത്തറിയുന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇവരെന്ത് പറയുന്നറിയോ? പ്രത്യേകിച്ച് മറ്റേ സാരി ടീംസും പാവാട ടീംസും ഒക്കെ പറയുന്നത് മാത്രമാണ് സ്ത്രീകളെ ഇതാക്കി, ഒരു വർഷം സ്ത്രീകളെ നിർത്തിയാൽ പറ്റിയില്ല, പുരുഷന്മാർ തിരിച്ചു വന്നു. ഞാൻ ഫേസ്ബുക്കിൽ എവിടെയും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലത്തെ കമൻസും ചില വീഡിയോസൊക്കെ ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവർ ഈ കാര്യങ്ങൾ വന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇവർക്ക് മാലാപാർവതി കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവർ പറഞ്ഞ കാര്യം വളരെ സ്പഷ്ടമായിട്ടാണ്. ഒരു സ്ത്രീപക്ഷം എന്നോ അങ്ങനത്തെ ഒരു സംഭവം അല്ല ഉള്ളത്. ഒരു സ്ത്രീയാണ് അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളുടെ വിജയം തന്നെയല്ലേ അതിനെ കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുക. നാളെ ഒരു പക്ഷേ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് അൻസിബയ്ക്ക് വരാം, അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ട് വരാം. അത്രയും ക്ലാരിറ്റിയോടെ, സ്പഷ്ടമായിട്ട്, സ്ഫുടമായിട്ട്, വ്യക്തതയോടെ, തെളിവ് സഹിതം 10-20 മിനിറ്റ് നടത്തിയ ആ കുട്ടിയുടെ സംസാരം. ഈ ബിഗ് ബോസിൽ അൻസിബേനെ കട്ടിൽ സിബ എന്ന് പറഞ്ഞിരുന്നു. ബിഗ് ബോസ് കണ്ടവർക്കറിയാം. കട്ടിലായിരുന്നു മിക്ക സമയത്തും. പക്ഷെ കട്ടിലാണെങ്കിൽ കൂടി അവിടെ ഇരുന്നിട്ട് എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. ലാസ്റ്റ് ഒരിക്കലും ഞാൻ ബിഗ് ബോസ് റെഫർ ചെയ്യാൻ കാരണം എന്താ പറയുക, ബിഗ് ബോസിന് ഒരുപാട് പ്രേക്ഷകർ നമുക്ക് ഇപ്പോഴും ഉള്ളതുകൊണ്ടാട്ടോ. ലാസ്റ്റ് അവർക്ക് അതിനെ പുറത്താക്കേണ്ട സിറ്റുവേഷൻ പോലും നമ്മൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ബിഗ് ബോസിൻ്റെ കാര്യം പറയുമ്പോൾ കൂട്ടത്തിലൊരു കാര്യം പറയണം. ഇന്നലത്തെ ഞാൻ വീട്ടിൽ പറയുന്നു, സത്യം പറഞ്ഞ പറ്റങ്ങളൊന്നും ഒരാളെയും സപ്പോർട്ട് ചെയ്യരുത് ബിഗ് ബോസിൻ്റെ കേസിൽ. കാരണം മറ്റുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നമ്മൾ ബിഗ് ബോസിൻ്റെ സമയത്തൊക്കെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയും. അതൊരു ഗെയിം ഷോ ആണ്, ശരിയാണ്. പക്ഷെ എന്നാലും യഥാർത്ഥത്തിൽ ഇവരെന്താണെന്നുള്ളത് പുറത്തു വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചില വിഷയങ്ങൾ വരുമ്പോഴേ നമുക്ക് അറിയുന്നുള്ളൂ. ഞാൻ കൂട്ടി പറഞ്ഞതാണ്, ഇവരുടെ കേസ് പറഞ്ഞതല്ല, മറ്റേ സജനാത്താൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ. അതിന് മുമ്പിൽ പിൻ ഡ്രോപ്പ് സൈലൻസോടെ അമ്മ സംഘടനയിലെ അംഗങ്ങൾ മിണ്ടാതെ ഇരുന്ന് കേട്ടു. കയ്യടിയോടെ ആരവത്തോടെ ആ കുട്ടിയുടെ സംസാരത്തെ ഏറ്റുവാങ്ങി ആ കൊച്ചു പറഞ്ഞ കാര്യങ്ങൾ നടന്നു. അത്രയുമാണ് സംഭവിച്ചത്. അല്ലാതെ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ഭൂരിപക്ഷം ശ്വേതാ മേനോൻ വിഭാഗത്തിനെതിരായിരുന്നു, അല്ലെങ്കിൽ നിലവിലെ ഭരണസമിതിക്കെതിരായിരുന്നു അല്ലേ? ശ്വേത അവസാനം അനൂപ് ചന്ദ്രനും കൊല്ലം തുളസിയും പിന്നെ വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ പേരും അൻസിബ പറഞ്ഞതിൽ കൺവിൻസ്ഡ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇതിൽ ശ്രീമതി മല്ലിക സുകുമാരൻ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്നതാണ് മല്ലിക ചേച്ചി. മല്ലിക ചേച്ചി അവസാനം എഴുന്നേറ്റ് കണക്ക് നിങ്ങൾ കാണിക്കേണ്ടതായിരുന്നു ശ്വേത, കണക്ക് കിട്ടിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ശരി. അപ്പോൾ ഉണ്ണി മുകുന്ദന്റെ പേര് പറയുന്നു, നേരത്തെ കണക്ക്. അതായത് ഇവർ പറയാൻ ശ്രമിച്ചത് ഇവരുടെ മുഴുവൻ കണക്കും ഇവർക്ക് കാണിക്കാൻ പറ്റാത്തത് ശ്രീ ബാബുരാജിന്റെ സമയത്തെ കണക്കുകളിൽ വന്നിട്ടുള്ള പിഴവ്, അത് ഇവർക്ക് കൃത്യമായി കടലാസുകൾ കൈമാറാത്തത്, ഇവർക്ക് ബുക്സ് കൈമാറാത്തത് ആണ് ഒരു പ്രശ്നമായിട്ട് അവിടെ ഉയർത്തിക്കാട്ടിയത്. അപ്പോൾ ഉണ്ടായ ഒരു ചോദ്യം, ബാബുരാജിനെ വിളിച്ചു വരുത്താൻ നോട്ടീസ് കൊടുത്തോ? ഇവർ കണക്ക് കൊടുത്തില്ല. ഇപ്പോൾ അപ്പു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, ആ പയ്യന് ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് ആ പയ്യൻ ചിലപ്പോൾ പേപ്പറുകൾ കൊടുത്തു കാണില്ല. അപ്പോൾ ബാബുരാജിനെ വിളിച്ചു വരുത്തി ഇത് കൃത്യമായി ചോദിച്ചോ, നോട്ടീസ് കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. അവർ ബാബുരാജിനോട് ചോദിച്ചിട്ടില്ല കണക്കുകൾ, മനസ്സിലായോ? അപ്പോൾ ബാബുരാജ് അത് എതിർത്തു. അയാൾ ഒന്നാമത് അദ്ദേഹത്തിന് കണക്ക് കാണിക്കേണ്ട കാര്യമില്ല, പുള്ളി അഡ്ഹോക് കമ്മിറ്റിയാണ്. സിദ്ദിഖ് സാർ ഫുൾ കണക്ക് കൊടുത്തിട്ടാണ് പോയത്, പിന്നെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയാണ് ഇത് മുഴുവൻ ശരിയാക്കേണ്ടത്. അപ്പോൾ ഇവർ ബാബുരാജിൻ്റെ പീരീഡിലുള്ള കണക്ക് ചോദിക്കാനായിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരവില്ല. അപ്പോൾ പറഞ്ഞു ഓഡിറ്റഡ് കണക്കാണ് ഞങ്ങൾ കാണിക്കുന്നതെന്ന്. അപ്പോൾ ഓഡിറ്റർ ശ്രീ രഞ്ജിത്ത് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓഡിറ്റഡ് റിപ്പോർട്ടാണെന്ന്. പിന്നെയും ആവർത്തിച്ച് ശ്വേത പറഞ്ഞുകൊണ്ടിരുന്നു ഓഡിറ്റഡ് റിപ്പോർട്ടാണെന്ന്. പക്ഷെ അദ്ദേഹം വന്ന് പറഞ്ഞു ഇല്ല, എനിക്കത് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ലൂപ്പ് ഹോൾസ് ഉണ്ട്. ക്വാളിഫൈഡ് റിപ്പോർട്ട്, അതായത് ക്വറികളോടൊപ്പം കൊടുത്ത ഒരു റിപ്പോർട്ട്. ഈ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റഡ് റിപ്പോർട്ടും ക്വാളിഫൈഡ് റിപ്പോർട്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ഇത് ഇങ്ങനെ പറയേണ്ട ഒരു കേസല്ല, പക്ഷെ എന്നാലും വളരെ നിസ്സാരമായിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് ഞങ്ങൾ കേട്ടില്ല, അവർ ഞങ്ങളെ പറയാൻ സമ്മതിച്ചില്ല, ഒരു ഭാഗം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ്സൊക്കെ അടിച്ചു പോയി. പിന്നെ എല്ലാ കുറ്റവും മീഡിയയുടെ മുന്നിലും പിന്നെ ബാക്കിയുള്ള യൂട്യൂബർമാരുടെ തലയിലൊക്കെ വെച്ച് കിട്ടിയിട്ട് എസ്കേപ്പ് അടിച്ച് പോകുന്ന കണ്ടം വഴി ഓടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായത്. ഒന്നും മുണ്ടാൻ സാധിക്കാതെ ടിനി ടോം കാറിലേക്ക് ഇറങ്ങി ഓടുന്നു, ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സംഘടനയുടെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ റൂൾസും കാര്യങ്ങളും വെച്ച് മുന്നോട്ട് കൊണ്ടുപോയി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് അത് ഈ സംഘടനയുടെ ഒരു ചുമതല തന്നെയാണ്. മാത്രമാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഇസ് എ ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട്, നോട്ട് എ റിയൽ ഓഡിറ്റ് റിപ്പോർട്ട്. ട്രഷറർ കൈയൊഴിഞ്ഞു, ഞാൻ ഈ കണക്ക് ഒപ്പിട്ടില്ല, എൻ്റെ കയ്യിലല്ല, എന്നെ 3 മാസം മുമ്പ് നിർബന്ധിത രാജിവെച്ച് പോകാൻ പറഞ്ഞതാണ്, എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് അയാൾ ഒപ്പിടും. അപ്പോൾ ട്രഷറർ അംഗീകരിക്കാത്ത, ഓഡിറ്റർ അംഗീകരിക്കാത്ത ഒരു കാര്യം അംഗീകരിക്കാൻ എല്ലാവരും ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു വലിയ വിഭാഗം സ്ത്രീകൾ ശ്വേതയോടൊപ്പം ആദ്യം ഉണ്ടായിരുന്നു. ആരും ശ്വേത പറയുന്നത് കേൾക്കട്ടെ, എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു തന്നെയാണ്. ലക്ഷ്മിപ്രിയയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ശ്വേതയോടൊപ്പം തന്നെയാണ് ആൾക്കാർ നിന്നിരുന്നത്. കുക്കുവിന് എതിർപ്പുണ്ടായിരുന്നു, ശ്വേതയോടൊപ്പം ആയിരുന്നു ആൾക്കാർ. പക്ഷെ അൻസിബ പറഞ്ഞ കാര്യങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ഒരു അക്ഷരം തിരിച്ചു പറയാനാവാതെ എല്ലാ കാര്യങ്ങളും കൺവിൻസ്ഡ് ആക്കാൻ ആ കുട്ടിക്ക് സാധിച്ചു. ഇന്നലത്തെ യോഗത്തിൽ അൻസിബയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള ആലോചന കൂടി ഉണ്ടായിരുന്നല്ലോ. അതൊരു ആലോചനയായിട്ട് തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ആ കുട്ടി അത് ഇനി എവിടെ എത്താൻ പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു സത്യമുള്ള കൊച്ചെന്നേ, വന്ന് നിന്ന് അങ്ങോട്ട് ആർജവത്തോടെ അങ്ങോട്ട് ശരി പറയുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ട്. അത് ഇന്നലെ അനുഭവിക്കാൻ സാധിച്ചു സ്മൃതി. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് അൻസിബയെ തെരഞ്ഞെടുക്കാതിരുന്നത് മാലാ പാർവതി? ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പേരുകളൊക്കെ വരുമ്പോൾ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന പേരുകളാണോ? മാലാ പാർവതിക്ക് നല്ല വിശ്വാസമുള്ള ആളുകളാണോ ഈ വന്നിരിക്കുന്നതൊക്കെ? ഒന്നാമത്തെ കാര്യം, ഈ ശ്വേത തന്നെ ഒരു കാര്യം മുന്നോട്ട് വെച്ചു, അഡ്ഹോക് കമ്മിറ്റിയിൽ നിൽക്കുന്നവർ അടുത്ത പ്രാവശ്യം ഇലക്ഷൻ നിൽക്കരുതെന്ന്. അപ്പോൾ അൻസിബയെ നമ്മൾ അഡ്ഹോക് കമ്മിറ്റി നിർത്തിയാൽ അൻസിബയ്ക്ക് അടുത്തോടെ ഇലക്ഷൻ നിൽക്കാൻ പറ്റാതെ വരും, മനസ്സിലായോ? അപ്പോൾ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഏറ്റവും നല്ല പ്രവർത്തനമെന്ന് വിലയിരുത്തപ്പെട്ട ആശാ അരവിന്ദനെയും റോണിയെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ്. രമേശ് പിഷാ, എൻ്റെ ഒരു പേഴ്സണൽ തോട്ട് പറയട്ടെ, അൻസിബ എവിടെ ഉണ്ടാവില്ല, എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ. ഇപ്പോൾ തൽക്കാലം ഇവരൊരു അടവിറക്കി, അൻസിബയെ തൽക്കാലം അഡ്ഹോക് കമ്മിറ്റിയിൽ മാറ്റി. ഇനി നെക്സ്റ്റ് ഇത് വരുന്ന സമയത്ത് ഇലക്ഷൻ ചിലപ്പോൾ ഒരു പക്ഷേ എന്താ സ്ഥിതിയല്ല, അൻസിബേനൊന്നും ഇവരെ അടുപ്പിക്കില്ല. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ ടോ. നേതൃത്വത്തിലാണ് ഗണേഷ് കുമാറുണ്ട് ആ കമ്മിറ്റി. ഒരു പരാതിയും പറയാൻ പറ്റില്ല. ഗണേഷ് കുമാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ ചോദ്യം സ്മൃതി ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഗണേഷ് കുമാറുണ്ട്. ഗണേഷ് കുമാർ ഏറ്റവും കൂടുതൽ ശ്വേതയ്ക്ക് വേണ്ടി സംസാരിച്ച ആളാണ്, ഏറ്റവും കൂടുതൽ സംസാരിച്ചു, ഒരുപാട് നേരം സംസാരിച്ചു അദ്ദേഹം. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, സ്ത്രീകളുടെ കമ്മിറ്റിയാണ്, അവർക്ക് ഭരണപിഴവുണ്ടാവും. അത് ഓൾമോസ്റ്റ് ആൾക്കാർ അത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അൻസിബ
വളരെ ശക്തമായും കാണും. ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് കുട്ടി അത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതിയെക്കുറിച്ചുള്ള എനിക്കുള്ള വ്യക്തിപരമായ ഒരു സങ്കടവും ഒരു ആക്ഷേപവും. കാരണം 17 പേരെ ഒരുമിച്ച് നിർത്താൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, ഓരോരുത്തരുടെ ഭാഗം ജയിക്കാനായിട്ട് 2 പേര് തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ഒരാളെ ചേർത്ത് നിർത്തി അവർക്ക് ഇങ്ങനെ തീ ഇങ്ങനെ കൂട്ടിക്കൊടുക്കുക, ആളി കത്തിക്കുക. അപ്പോൾ എടുത്തെറിയാൻ പറ്റുന്ന ബോംബുകളുണ്ടെങ്കിൽ അവരെ കൊണ്ട് മാക്സിമം ചീത്ത വിളിപ്പിക്കുക. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുക. ഇപ്പം ടിനി ടോമിനെയും ലക്ഷ്മി പ്രിയയും ഒരു വശത്ത് യൂസ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഉണ്ണീഷ് ഗോപാലിനെ യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ വളരെ ബാലിശമാണ്, അൺപ്രൊഫഷണലാണ്, പണി അറിഞ്ഞുകൂടാത്തവർ ചെയ്യുന്ന പരിപാടിയാണ്. കൃത്യമായി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യേണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇത് പിന്നെ സ്മൃതിക്ക് അറിയാവുന്നത് പോലെ എന്നെക്കുറിച്ച് വലിയ ആക്ഷേപം വന്നു. ഞാൻ മീഡിയയിലൂടെ ഫൈറ്റ് ചെയ്താണ് ഇത് മുഴുവൻ കുളമാക്കിയത്. ഞാൻ എന്നാണ് മീഡിയയുടെ മുമ്പിൽ എത്തുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അൻസിബയുടെ വിഷയത്തിന് ശേഷം റിപ്പോർട്ടർ വന്നപ്പോൾ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എനിക്കെന്താ കൊമ്പുണ്ടോ? മാലാപാർവതി മീഡിയയുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കുന്നു, മാലാപാർവതിക്ക് എന്താ അധികാരം എന്നൊക്കെ ചോദിച്ചിട്ട് ചേച്ചി എന്താ ഇവിടെ സംസാരിക്കാൻ വന്ന? മീഡിയയുടെ മുമ്പിലല്ലേ സംസാരിക്കുന്നത്? ഇതൊക്കെ ഒരു സംസാരിക്കൊണ്ടാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഒരു സംസാരിക്കാൻ തന്നെ വേണം. ഒരു സംസാരിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ പുറത്ത് വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ നാറുപോയി. ആ ഒരു കാര്യം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നാണ് ശ്വേത ചോദിച്ചത്. അപ്പം പിന്നെ അതെനിക്ക് വലിയ തമാശയായിട്ട് തോന്നുന്നു. ആ ശ്വേതയാണ് നാളെ മാധ്യമങ്ങളെ വിശ്വസിച്ചിട്ട് പിന്നെ മാധ്യമങ്ങളെ കാണാൻ വരുന്നത്. അപ്പോൾ അവർക്ക് മാധ്യമങ്ങളെ വിശ്വാസം ഉണ്ടോ? എനിക്കത് അറിയാൻ താല്പര്യമുണ്ട്. അവരപ്പോൾ എന്നോട് അവസാനം പറഞ്ഞിട്ട് പോയത് പിന്നെ അപ്പോൾ നമുക്ക് ഇനി മുതൽ മാധ്യമങ്ങളിലൂടെ യുദ്ധം ചെയ്യാമെന്ന്. എനിക്കിത് യുദ്ധമൊന്നും അല്ല സ്മൃതി, ഇത് സ്ത്രീകൾ തമ്മിലുള്ള പോരുമല്ല. അങ്ങനൊന്നും ആരും പറയരുത്. അല്ലാതെ അവരങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അവരുടെ ഒരു സെറ്റപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് അവർ വെറും ഇതിനൊരു വളരെ ഗൗരവമായിട്ടുള്ളൊരു സംഘടന എന്നോ അങ്ങനത്തെ പരിപാടി ഒന്നും ഇവർ കണ്ടിട്ടില്ല. ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇത് മറ്റേ നമ്മുടെ ഈ സൊസൈറ്റി ലേഡീസ് എന്നൊക്കെ പറയില്ലേ, സ്ത്രീകൾ അങ്ങനെ പറയില്ല കേട്ടോ. പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു ലോക്കൽ പരിപാടിയായിട്ടാണ് ഇവർ കണ്ടിട്ടുള്ളത്. ഇത് അൻസിബയുടെ ചോദ്യങ്ങൾക്ക് അവർക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞിട്ട് എഴുതി വളരെ മാന്യമായി അവിടെ നിൽക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അതിനറിയണ്ടേ? കഴിവ് വേണ്ടേ? വെളിയിലിറക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ബാബുരാജ് എന്നും ഇടവേള ബാബു എന്നും പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ട് അൻസിബ എന്നൊരു പേര് പറയാൻ ആ കുട്ടിക്ക് ധൈര്യം കിട്ടുന്നില്ല? ആ കുട്ടി നോക്കൂ, ഇത് ആണും പെണ്ണുമല്ല. അതിനു മുമ്പ് ഒരു വാക്ക് പറയണം, സത്യം, നേര്, നീതി എന്ന്. ശരി, അപ്പോ അവരാണെങ്കിൽ ഇപ്പോൾ ഇനി അമ്മ സംഘടനയിലേക്കേ ഇല്ല, പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ചിരിക്കുന്നു. അതൊരു ശരിയായ രീതിയായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു പോക്ക്? കാരണം അല്ല, അതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്മൃതി എനിക്ക് പറയാൻ പാടുണ്ടോയെന്നറിയില്ല. ഒന്നാമത്തെ കാര്യം, വളരെ ബാലിശമായിട്ടാണ് ആ കുട്ടിയുടെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് തുടങ്ങിയത്. ശ്വേത വന്ന് പറഞ്ഞത് നമുക്ക് അടുത്തത് 1500 രൂപ എല്ലാവർക്കും പെൻഷൻ കൂട്ടും, അടുത്ത പിന്നെ ജനറൽ ബോഡി തായ്ലൻഡിലായിരിക്കും, 4 ദിവസം എല്ലാവരെയും അവിടെ കൊണ്ടുപോകും, അതിന് പുറമെ ഒരു വലിയ സംഖ്യ അമ്മയ്ക്ക് കിട്ടുകയും ചെയ്യും, പിന്നെ എല്ലാവർക്കും ജോലി തരും. ഇത് പിന്നെ ആൾക്കാർക്ക് അങ്ങ് ഒത്തില്ല. അപ്പം അതിനുള്ള ക്വാളിറ്റി ഉള്ളൂ. ഇങ്ങനെയൊക്കെ തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇത്രയും എതിർപ്പ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഗൗരവം പോയി. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ കുട്ടി താൽക്കാലികമായിട്ട്, പിന്നീട് ശരിയാവുമായിരിക്കും. ഒന്നത് ലാൽ സാർ. യെസ്, അപ്പോൾ യോഗത്തിനുള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് മാലാപാർവതി ഇന്ന് റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞിട്ടുള്ള ചെറിയൊരു പോർഷൻ, അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുള്ളത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഉള്ളിൽ നടന്നതാണെങ്കിലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റേ നീലശ്ശേരി മംഗലശ്ശേരി നീലകണ്ഠനും മറ്റേ അറക്കൽ മാധവനുണ്ണിയൊക്കെ ആയിട്ട് മാറിയ കുറേ ആൾക്കാർ ആലോചിക്കുക ഇനി എന്തൊക്കെയാണ് അവരുടെ ഭാഗത്ത്. എനിക്കൊന്ന് ആ കാര്യത്തിൽ ടിനി ടോമിൻ്റെ ഭാഗത്ത് നിന്നല്ല മര്യാദയ്ക്കൊരു സംഭവം കണ്ടു വെച്ചാൽ ഒന്നും മിണ്ടാതെ വീടാതെ കാറ് കയറി ഇറങ്ങിപ്പോയി. ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നരേന്ദ്രപ്രസാദ് മറ്റേ ആ സിനിമയിലൊക്കെ പറഞ്ഞാൽ എന്തിന്. ഓക്കെ, ടേക്ക് കെയർ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.